നമസ്കാരം. കഠിനമായ എണ്ണ പ്രതിസന്ധിയിൽ രാജ്യം കൊടുമ്പിരി കൊള്ളുകയാണെന്ന് തുറന്നു സമ്മതിച്ച് പാക് പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക്. ഇന്ത്യ ഈ കാര്യത്തിൽ ഭദ്രമാണെന്നും പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുമാണ് പാക് മന്ത്രി പറഞ്ഞത്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് എണ്ണവില വർദ്ധിച്ചപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു. ശക്തമായ വിദേശ നാണ്യ ശേഖരവും ദീർഘകാലത്തേക്കുള്ള തന്ത്രപ്രധാനമായ എണ്ണ ശേഖരവുമാണ് ഇന്ത്യയെ തുണച്ചത്, പാക് മന്ത്രി പറയുന്നു. ഇന്ത്യ പൗരന്മാരെ സഹായിക്കാൻ എണ്ണയ്ക്കുള്ള നികുതി കുറച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിനു പോലും പാകിസ്ഥാന് കഴിയാത്ത അവസ്ഥയാണ്. ഏകദേശം 2 മാസത്തേക്കുള്ള എണ്ണ ശേഖരം ഇന്ത്യയുടെ കൈവശമുണ്ട്. എന്നാൽ പാകിസ്ഥാന്റെ പക്കൽ ഏതാനും ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമേ ബാക്കിയുള്ളൂ. ഇതാണ് പാക് മന്ത്രി കരഞ്ഞു വിളിക്കാനുള്ള കാരണം. പാകിസ്ഥാന് വാണിജ്യപരമായ എണ്ണ ശേഖരം മാത്രമേയുള്ളൂ. കൈവശമുള്ളത് 5 മുതൽ 7 വരെ ദിവസത്തേക്കുള്ള അസംസ്കൃത എണ്ണ മാത്രവും. എണ്ണ കമ്പനികളുടെ പക്കലുള്ള ശുദ്ധീകരിച്ച ഇന്ധനം 20-21 ദിവസത്തേക്ക് മാത്രമേ പാകിസ്ഥാന് തികയുകയുള്ളൂ. ഇന്ത്യക്ക് 60-70 ദിവസത്തെ കരുതൽ ശേഖരമുണ്ട്. പാകിസ്ഥാന് തന്ത്രപരമായ എണ്ണ ശേഖരമില്ല, പാക് മന്ത്രി പറയുന്നു. എണ്ണയിലെ കടുത്ത വിലക്കയറ്റം തടയാൻ കഴിയാത്തതിനാൽ IMF വായ്പാ നിബന്ധനകളിൽ ഇളവ് തേടാനുള്ള ശ്രമത്തിനാണ് പാകിസ്ഥാൻ. സ്വന്തമായി എണ്ണ ശേഖരം ഇല്ലാത്തതാണ് അവിടുത്തെ സ്ഥിതി അത്ര ദയനീയമാക്കുന്നത്. ഇറാൻ യുദ്ധം കാരണം എണ്ണവില നിലവിൽ റെക്കോർഡിലാണ്. ബാരലിന് $126 ഇപ്പോഴത്തെ വില. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പാകിസ്ഥാനിൽ ഡീസൽ വില 3 മുതൽ 4 മടങ്ങ് വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഡീസലിന്റെ ലെവി 0 കുറച്ച് അതിന്റെ മുഴുവൻ ഭാരവും പെട്രോളിലേക്ക് മാറ്റാനാണ് പാകിസ്ഥാൻ ഒരുങ്ങുന്നത്. IMF സഹായം കൊണ്ട് വില കുറച്ചിട്ടും പാകിസ്ഥാനിൽ പെട്രോൾ വില ലിറ്ററിന് 378 രൂപയാണ്. ആഗോള എണ്ണവില വർധന കാരണം സർക്കാർ പെട്രോളിയം ഡീസൽ വിലകൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെ കാര്യങ്ങൾ നേരിടുന്നു എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വിലകൾ താരതമ്യേന സുസ്ഥിരമാണ്. ഇന്ധന വിലവർധന മൂലം നഷ്ടത്തിലായ ഓയിൽ കമ്പനികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 10 രൂപയോളമാണ് ഇന്ത്യ കുറച്ചത്. ഇത് വില നിയന്ത്രിക്കാൻ കാരണമായി. നിലവിലെ സാമ്പത്തിക ഭദ്രത കാരണമാണ് ഈ തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നത്.